KCA പ്രസിഡന്റ് ജയേഷ് ജോർജ് നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ജയേഷ് ജോർജ്, വെരി ഗുഡ് ഈവനിങ്. ജയേഷ് ജോർജ്, ഗുഡ് ഈവനിങ്. ശ്രീ ജയേഷ് ജോർജ്, ഇപ്പോൾ ശശി തരൂർ MP-യുടെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് KCOയുടെ ഈഗോയാണ് ഈ സഞ്ജു സാംസന്റെ അവസരം നഷ്ടപ്പെടുത്തിയത് എന്നാണ്. എന്താണ് അങ്ങയുടെ പ്രതികരണം ഒഫീഷ്യലായതിനോട്? ശശി തരൂർ സാറ് ഒരു ക്രിക്കറ്റ് ഫനാറ്റിക് ആണ് ശരിക്കും പറഞ്ഞത്. അദ്ദേഹം ക്രിക്കറ്റിനോട് വളരെ താല്പര്യമുള്ള ആളാണ്. സഞ്ജു സാംസന്റെ ഒരു ഫാനുമാണ്. ഞങ്ങൾ വളരെയധികം സംസാരിക്കാറുണ്ട്, പല വേദികളിലും ഇതിനു മുമ്പ് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ശശി തരൂർ സാറ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു ട്വീറ്റ് ചെയ്യുമ്പോൾ KCA പ്രസിഡന്റായ എൻ്റെ നമ്പർ അദ്ദേഹത്തിനുണ്ട്, അല്ലെങ്കിൽ സെക്രട്ടറി തിരുവനന്തപുരം തന്നെ KCA സെക്രട്ടറി വിനോദ് തിരുവനന്തപുരമാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹത്തിന് ട്വീറ്റ് ചെയ്യായിരുന്നു. കാര്യം അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയാണല്ലോ. സഞ്ജു സാംസണിനെ ഇന്ത്യൻ ടീമിൽ കിട്ടാത്തതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട്, ഞങ്ങൾക്കും വിഷമമുണ്ട്. പക്ഷേ അവിടെ KCയുടെ ഈഗോ എവിടെയാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല ഇതുവരെ. വായിച്ചു. ശ്രീ ജയേഷ് ജോർജ്, ഒരു സംശയമുള്ളത്, ഇപ്പോൾ ചാമ്പ്യൻസ് ടീമിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ നമ്മുടെ സഞ്ജു സാംസൺ ഉൾപ്പെടുത്താഞ്ഞത്? എല്ലാ മലയാളികളുടെയും ചോദ്യമാണ്. അതിന് KCA നൽകിയതായി പറയപ്പെടുന്ന പ്രാഥമിക വിശദീകരണം വിജയ് ഹസാരെ ടൂർണമെന്റിൽ സഞ്ജു സാംസൺ കളിക്കാതിരുന്നു എന്നതുകൊണ്ടാണ്. പക്ഷേ സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഈ മത്സരത്തിൽ പരിശീലനത്തിൽ മാത്രമേ താൻ പങ്കെടുക്കാത്തതുള്ളൂ. ഈ എങ്ങനെയാണോ മുഷ്താഖ് അലി ടൂർണമെന്റിൽ കളിച്ചത് അതേപോലെ ആദ്യ മത്സരം മുതൽ കളിക്കാൻ ഞാൻ തയ്യാറായിരുന്നു എന്നാണ്. KCAക്ക് സഞ്ജു സാംസന്റെ മെയിൽ കിട്ടിയില്ലേ കളിക്കാൻ സന്നദ്ധത അറിയിച്ചതുകൊണ്ട്? മനസ്സിലാക്കണം, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു വർഷങ്ങളായിട്ട് BCCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഒരു സഞ്ജു സാംസൺ വിജയ് ഹസാരെ ഏരിയയിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കൊണ്ട് മാത്രമല്ല ഒരു ഇന്ത്യൻ ടീം സെലക്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ പെർഫോമൻസിൽ അല്ലെങ്കിൽ മോശം ഫോമിലുള്ള പല കരുൺ നായർ ഫോർ എക്സാമ്പിൾ 600 ചില്ല റണ്ണടിച്ച ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിന് വിജയ് ഹസാരെ കൺസിഡർ ചെയ്തിട്ടില്ല. പെർഫോമൻസ് കൺസിഡർ ചെയ്തിട്ട് മാത്രമല്ല ഇന്ത്യൻ ടീം എടുക്കുന്നത്. മനസ്സിലായോ? പിന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സഞ്ജു സാംസന്റെ മെയിൽ വരുമ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ അന്വേഷിക്കണം. ആ മെയില് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ വൈറ്റ് ബോൾ ക്രിക്കറ്റിന്റെ ക്യാപ്റ്റനായിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കൺസിഡർ ചെയ്തതാണ് സഞ്ജു സാംസനെ. മുഷ്താഖ് അലി ടൂർണമെന്റ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിക്കുമായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ക്യാമ്പിൽ വരാതിരുന്നതും ആ സമയത്ത് അദ്ദേഹം നേരിട്ട് വന്ന് കളിച്ചതും. അത് ഇന്ത്യനെ റെപ്രസെന്റ് എടുക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി ഒരു ക്യാമ്പ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 30 അംഗ ക്യാമ്പ് വയനാട് വന്നപ്പോൾ അദ്ദേഹം കേരള ക്രിക്കറ്റ് സെക്രട്ടറിക്ക് എന്താണ് മെയിൽ അയച്ചത്? ഐ ആം നോട്ട് അവൈലബിൾ ഫോർ ഹസാരെ അല്ലെങ്കിൽ ഐ ആം നോട്ട് അവൈലബിൾ ഫോർ ദ ക്യാമ്പ് ഫോർ വിജയ് ഹസാരെ. ഒരു സ്പെസിഫിക് റീസൺ ഇല്ല, അറിയില്ല. അദ്ദേഹം ഇനി വിജയ് ഹസാരെ കളിക്കുമെന്നറിയില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മെയിലിൽ പക്ഷെ അദ്ദേഹം ബില്ലിംഗ് അറിയിച്ചില്ലെന്നില്ലേ? മത്സരത്തിൽ പങ്കെടുക്കാൻ താൻ തയ്യാറാണ് എന്ന് സന്നദ്ധത അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്യാമ്പിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചു എന്ന് മാത്രം. സമ്മതിച്ചു. താങ്കൾ ഏത് പ്രസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്? 24. ഞാൻ എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. റിപ്പോർട്ടർ ടിവിയില് താങ്കൾ നിങ്ങൾക്ക് ഒരു മാനദണ്ഡം ഉണ്ടല്ലോ, ജോലിക്ക് ചേർന്ന സമയം അല്ലെങ്കിൽ ലീവ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വന്ന് പണിയെടുത്തിട്ട് പോകാൻ പറ്റുമോ? എന്നൊരു പ്ലെയർ, ഹൗ ബിഗ് എ പ്ലെയർ. സാങ്കേതികത്വം കൊണ്ടാണ് ഒരു പ്രതിഭയുടെ കരിയറിനെ നശിപ്പിക്കത്തക്ക രീതിയിൽ ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നത്. ശ്രീ ജയേഷ് ജോർജ്, എന്റെ സംശയം ഇതാണ്, സഞ്ജു സാംസൺ എല്ലാ സാങ്കേതികത്വവും പാലിച്ചു വന്നാൽ പോലും അദ്ദേഹത്തിന് സെഞ്ചുറി അടിക്കാൻ പറ്റുമോ? അത് അദ്ദേഹത്തിന്റെ പ്രതിഭയല്ലേ? അല്ല, കേൾക്കൂ. അദ്ദേഹത്തിന്റെ അഗൻസ്റ്റ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കേൾക്കൂ. താങ്കൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ല അഹങ്കാരമാണല്ലോ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ തന്നെ. അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മളും അരിഭക്ഷണമൊക്കെ തന്നെയല്ലേ അളിയെ കഴിക്കുന്നത്. ഈ ഒരു സംസാര രീതി താങ്കളുടെ ഈഗോ എന്തുമാത്രം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒരു പ്ലെയറിൻ്റെ കരിയർ തൊലച്ചിട്ടല്ല താങ്കൾ മനസ്സിലാക്കേണ്ടത്. ഒരു ടിനു യോഹന്, ശ്രീശാന്ത്, അതിന് ശേഷമാണ് സഞ്ജു സാംസൺ എന്ന പ്ലെയർ ഇന്ത്യക്ക് കളിക്കാൻ കേരളത്തിൽ നിന്ന് ഒരാൾ വരുന്നത്. നിങ്ങളീ കാണിക്കുന്നതൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ അച്ചടക്കവും മറ്റേതിനെക്കുറിച്ച് നിങ്ങളുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ വലിയ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു 6 മാസം മുമ്പ് ഒരു മനു എന്നൊരു കോച്ച്, ലേഡി കോച്ച്, ലേഡീസിനെ ട്രെയിൻ ചെയ്യുന്ന കോച്ച്,
അദ്ദേഹം എത്ര പെൺകുട്ടികളുടെ ജീവിതത്തിൽ കൈകടത്തി, പീഡന പരാതി ഉണ്ടായക്കെതിരെ. ഒരു പ്ലെയറിൻ്റെ കരിയറാണ് നിങ്ങൾ നശിപ്പിക്കാൻ നോക്കുന്നത്. ഒരു ഈഗോയോ കാര്യങ്ങളോ എടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഇംഗ്ലണ്ടുമായിട്ടുള്ള T20 പരമ്പരയിൽ ഉണ്ടാവില്ലായിരുന്നു. ഞങ്ങൾ ഒരു ഡിസിപ്ലിൻ ആക്ഷൻ എടുത്തിട്ടില്ല. ക്യാമ്പിൽ പങ്കെടുത്തില്ല, അദ്ദേഹത്തിന് വിജയഹസാരെ ടീമിൽ എടുത്തില്ല. അപ്പൊ ഒരു പ്ലെയർക്ക് എനിക്ക് കളിക്കുമ്പോൾ എന്റെ ഒരു ചോദ്യം, അപാരമായ ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയർ അല്ലേ സഞ്ജു സാംസൺ? ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ പോയി അദ്ദേഹം സെഞ്ചുറി അടിച്ചു, 108 റൺസ് അടിച്ചു. ചെറിയ കാര്യമല്ലോ ശ്രീ ജയേഷ് ജോർജ്. അല്ല, ഒരു നിമിഷം, എന്റെ ചോദ്യം അങ്ങ് കേൾക്കൂ ശ്രീ ജയേഷ് ജോർജ്. എന്റെ ചോദ്യം അങ്ങ് കേൾക്കൂ ശ്രീ ജയേഷ് ജോർജ്. KCA പ്രസിഡന്റ് എന്ന നിലയിൽ, അതെ അതെ, ചോദ്യം പൂർത്തിയാക്കട്ടെ. അപാര ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയറെ, ഈ നിലപാടുള്ള ഇയാളെ പോലെയുള്ള വ്യക്തികൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ തലപ്പത്തിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഒരു ചെറുപ്പക്കാരൻ പോലും ഇന്ത്യൻ ടീമിലോട്ട് ഇനി വരാൻ സാധ്യത കുറവാണ്. അവർ തരണം ചെയ്യേണ്ട ഇതുപോലത്തെ ഇയാളെപ്പോലെയുള്ള ഈ പ്രത്യേക മാനസികാവസ്ഥയുള്ള വ്യക്തിത്വങ്ങളെയാണ്. ഈ ക്യാമ്പിൽ പങ്കെടുത്തില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഒഴിവാക്കുകയും അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ട്രോഫി പോലെ ഒരുപക്ഷെ ഇനിയും മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നൊരു അവസരം നിഷേധിക്കപ്പെടുത്തുകയും ചെയ്തതിന് പിന്നിൽ KCA ആണെന്ന് സംശയിച്ച് തെറ്റു പറയാൻ പറ്റൂ? അതാണ് എൻ്റെ ചോദ്യം. അപാര ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയർ വിജയഹസാരയിൽ അദ്ദേഹത്തിന്റെ ഫോം തെളിയിക്കേണ്ട ആവശ്യമില്ല. ഫോമിൽ നിൽക്കുന്ന പ്ലെയറെ വിജയഹസാരെ കളിച്ചുകൊണ്ടോ റോളില്ലെന്നാണ് BCCയുടെ സെലക്ടേഴ്സിനും സെലക്ഷൻ കമ്മിറ്റിക്കും പലതരം. എന്നെ ഇന്ന് രാവിലെ സെലക്ഷന് മുമ്പ്, സെലക്ഷൻ മാറ്റർ നടക്കുന്നതിന് മുമ്പ് BCCയുടെ സെക്രട്ടറി CEO ഹേമന്ത് കമ്മിൽ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അഹമ്മദാബാദിൽ വേറൊരു ഫംഗ്ഷൻ നിന്നപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു, വിജയഹസാരെ കളിക്കാത്തത് സഞ്ജു സാംസന്റെ കേസിൽ നിങ്ങൾ ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞു ഒരു ഡിസിപ്ലിനറി ആക്ഷനും ഇല്ല. ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ചർച്ചയിൽ വരെ അദ്ദേഹം ഉണ്ടാവൂല. T20 ഇംഗ്ലണ്ട് ടീമിൽ ഇപ്പൊ T20 മാച്ചിൽ അദ്ദേഹം ഉണ്ടല്ലോ. ഇംഗ്ലണ്ടുമായിട്ടുള്ള T20 മാച്ചിൽ അദ്ദേഹം KCA ഒരു ഡിസിപ്ലിൻ ആക്ഷനോ എടുത്തോളൂ. ഒരു വിജയഹസാരെ മാത്രമല്ല മാനദണ്ഡം. അങ്ങനെയാണെങ്കിൽ കരുൺ നായർ ടീമിൽ വേണ്ടേ? 600-700 റൺ അടിച്ച കരുൺ നായർ എന്നുള്ളൊരു കൺസിഡർ ചെയ്തില്ല. സഞ്ജു സാംസന്റെ ടാലന്റോ സഞ്ജു സാംസന്റെ ഫോമോ BCCയുടെ സെലക്ടേഴ്സിന് അറിയാം. അത് വിജയഹസാരയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ കളിക്കാത്തത് കൊണ്ടല്ല സഞ്ജു സാംസൺ. ശ്രീ ജയേഷ്, സഞ്ജു സാംസൺ ഒരുപാട് ആരാധകരുള്ള, ക്രിക്കറ്റിന് ഒരുപാട് സ്നേഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. KCA ഞാൻ പ്രസ്ഥാനത്ത് നിർത്താൻ വേണ്ടി മനഃപൂർവ്വം അങ്ങോട്ട് ചോദിക്കുന്നതല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ എനിക്ക് അറിയേണ്ട ഒരു ചോദ്യം, വിജയഹസാരെ പോലെ ആഭ്യന്തര ടൂർണമെന്റിൽ, ഏറ്റവും നിർണായകമായൊരു ടൂർണമെന്റിൽ, കേൾക്കൂ സാർ, അങ്ങ് ഈ വിജയഹസാരെ പോലെ ഒരു വളരെ നിർണായകമായ ടൂർണമെന്റിൽ അദ്ദേഹത്തെ കളിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന BCCA അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തുമായിരുന്നു എന്നാണ് ഭൂരിപക്ഷം ഈ കളി ആരാധകരുടെയും ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. BCCയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു 19 മുതൽ 2009 ബോർഡിന്റെ ജോയിന്റ് സെക്രട്ടറി ആയ മനുഷ്യനാണ് ഞാൻ. BCC അതാ ഞാൻ പറഞ്ഞത്, വിജയഹസാരയുടെ പെർഫോമൻസ് മാത്രമാണെങ്കിൽ കരുൺ നായരുടെ ടീമിലുണ്ടാകണമായിരുന്നു, ഇഷാൻ കിഷൻ ടീമിലുണ്ടാകണമായിരുന്നു. അപ്പോൾ സഞ്ജു സാംസനെ അവർ കൺസിഡർ ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ആംഗിളിലായിരിക്കും. ഒരു T20 പ്ലെയർ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വിജയഹസാരയിൽ കളിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ത്യൻ ടീം എടുക്കുന്നതെങ്കിൽ ഞാനതാ പറഞ്ഞത്, കരുൺ നായർ ഈ വർഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധയാണ് പണ്ട് ഇന്ത്യക്ക് വേണ്ടി കളിച്ച കരുൺ നായർ വേണ്ടി. അപ്പോൾ സഞ്ജു സാംസനെ കേരള ക്രിക്കറ്റ് വിജയഹസാര ടീമിൽ എടുക്കാത്തത് കൊണ്ടല്ല. കേൾക്കൂ, നിങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടല്ലോ, ഇത് ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കൂ. ടീമിന്റെ പെർഫോമൻസ് മാത്രമാണ് ഇന്ത്യൻ ടീമിൽ കൺസിഡർ ചെയ്യെങ്കിൽ സെലക്ടേഴ്സിന്റെ ആവശ്യമില്ലല്ലോ. ഏറ്റവും കൂടുതൽ റൺ അടിച്ചവരെ, ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തവരെയും കൂടി ടീം എടുത്താൽ പോരെ? ചില മാനദണ്ഡങ്ങളും അല്ലാതെ മറ്റെന്തെങ്കിലും പരിഗണനകൾ ഉണ്ടോ എന്നാണ് പൊതുവെ കേരളത്തിൽ ഉയരുന്ന സംശയം. അതായത് ഫോമിൽ നിൽക്കുന്ന പ്ലെയറെ ഒഴിവാക്കുന്ന മറ്റെന്തെങ്കിലും ലോബികളോ ശക്തികളോ ഉണ്ടോ? KCA ആ അർത്ഥത്തിൽ കേരളത്തിൽ നിന്നുള്ള സഞ്ജു സാംസനെ പോലൊരു പ്ലെയറെ സപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നില്ലേ? ഇതൊക്കെയാണ് കേരളത്തിലെ പൊതുവായിട്ടുള്ള വിശ്വാസികളുടെ ചോദ്യം. അല്ല, സഞ്ജു സാംസൺ ഇപ്പോഴുള്ള കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സപ്പോർട്ട് ചെയ്തിരുന്നില്ലെങ്കിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇപ്പോൾ സഞ്ജു സാംസൺ ഇംഗ്ലണ്ടുമായിട്ടുള്ള T20 പരമ്പരയിലുണ്ടല്ലോ. മറുപടി ഇല്ലേ? അപ്പൊ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ സഞ്ജു സാംസൺ കളിക്കാൻ ഇടം കിട്ടാതെ പോയത് നിങ്ങൾ ദുഃഖിക്കുന്നുണ്ട്? ഞങ്ങളുടെ ഒരു പ്ലെയറാണ്.
പക്ഷെ സഞ്ജു സാംസന്റെ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യണം. ഒരു സിംഗിൾ ലൈൻ മെസ്സേജിൽ ഞാൻ കളിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ കളിക്കാൻ റെഡിയാണ്, അത് ഞങ്ങളുടെ ഈഗോ അല്ല. ശശി തരൂർ സാറ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദ്യമായിട്ടല്ല സഞ്ജു സാംസൺ ക്യാമ്പിൽ നിന്ന് മാറിയിരിക്കുന്നത്. സഞ്ജു സാംസൺ ഇതിനു മുമ്പ് വയനാട് ക്യാമ്പിൽ നിന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ട് ക്യാമ്പ് സ്കിപ്പ് ചെയ്ത് എവിടെയോ. ഈ പ്രസിഡന്റ് ഇയാളുടെ പ്രശ്നം, ഇയാൾക്ക് നല്ല കട്ട ഈഗോ, തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഈഗോയാണ്. അയാൾ ഈഗോ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇയാൾ ഈഗോയാണ് ഇയാളുടെ പ്രശ്നം എന്നുള്ളത് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇയാൾ പറയുന്നതിൻ്റെ അകത്ത് സഞ്ജു സാംസൺ മെയിൽ ചെയ്തതിൻ്റെ അകത്ത് വന്ന് കളിച്ചോളും ക്യാമ്പിൽ വരുന്നില്ല എന്ന് പറയുന്നത്. സഞ്ജു സീനിയർ പ്ലെയറാണ്, അയാൾക്ക് തിരക്കുകൾ ഒരുപാടുണ്ട്. സഞ്ജു നമ്മുടെ ആകെയുള്ള ഒരു കേരളത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ക്രിക്കറ്റിൻ്റെ അകത്ത്. എനിക്കും ഇത്രയ്ക്ക് ഈഗോ പൂണ്ടുള്ള ഒരു നിലപാടിലോട്ട് എടുത്തത് ഭയങ്കര മോശമായിപ്പോയി. ഇതിലിപ്പോൾ പി രംഗനാഥൻ ഇതിലിപ്പോൾ താൻ അവൈലബിൾ ആണ്, കളിക്കാൻ തയ്യാറാണെന്നുള്ള വിവരമൊക്കെ സഞ്ജു കേരള ക്രിക്കറ്റ് അസോസിയേഷനെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. അത് ആ ഇമെയിലിൽ അത് കൃത്യവുമാണ് താനും. പിന്നീട് എന്തുകൊണ്ടായിരിക്കും ഈ സഞ്ജുവിനെ തഴഞ്ഞതും ഇപ്പോൾ ഈ ശ്രീ ശ്രീജിത്ത് അടക്കം നൽകുന്ന KCA പ്രസിഡന്റ് അടക്കം നൽകുന്ന വിശദീകരണത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്? അല്ല, തുടക്കത്തിലെ തന്നെ അദ്ദേഹം ക്യാമ്പിൽ പങ്കെടുക്കില്ല എന്നുള്ള ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അതിനുശേഷം ടീം സെലക്ഷന് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഞാൻ മത്സരത്തിന് തയ്യാറാണെന്ന് പറയുന്നത്. അതുവരെ എന്തായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്? അപ്പൊ ടീം സെലക്ഷന് കഴിഞ്ഞതിന് ശേഷമാണ് സഞ്ജു വി സാംസൺ പറയുന്നത് ഞാൻ വിജയ് ഹസാരയ്ക്ക്. അപ്പൊ കളിക്കാരില് ഉപരിയായിട്ട് ഒരു ആധികാരികമായിട്ട് എന്നെ എടുക്കണം എന്ന് ഒരിക്കലും ഒരു കളിക്കാരന് പറയാൻ സാധിക്കില്ല, എത്ര വലിയ കളിക്കാരനാണെങ്കിലും. അപ്പൊ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു മെയിലാണ്. കാരണം ഒരു ടീമിന്റെ സെലക്ഷൻ കഴിഞ്ഞിട്ട് എന്നെയും കൂടെ ടീമിൽ ഉൾപ്പെടുത്തണം കളിക്കാനായിട്ടെന്ന് പറയുന്നതിൽ എന്താണ് ന്യായം? അതിൽ KCA എങ്ങനെയാണ് തെറ്റു പറയുക? അത് മാത്രമല്ല, ടീം സെലക്ഷൻ, ആ സെലക്ഷൻ ചെയർമാൻ ഉണ്ട്, സെലക്ടേഴ്സ് ഉണ്ട്, KCA സെക്രട്ടറി ഉണ്ട്. ഇവരായിട്ട് നേരിട്ടൊന്ന് ബന്ധപ്പെടുത്താൻ എന്തായിരുന്നു? ഇപ്പോഴത്തെ ഒരു ആധുനിക സംവിധാനം വെച്ച് ഫോണിലൂടെ അറിയിക്കുകയോ അല്ലെങ്കിൽ മെയിലിൽ അറിയിക്കുകയോ, ഇതുവരെ ആ ക്യാമ്പ് നടന്ന ഒരു ദിവസവും നടത്താതെ ടീം സെലക്ഷന് ശേഷം അദ്ദേഹത്തിന് ഒരു ബോധോദയം വന്നു, ഞാൻ വിജയ് ഹസാരെ കളിക്കാനായിട്ട്. അങ്ങനെ ഇത്ര വലിയ കളിക്കാരനൊന്നും കേരള ക്രിക്കറ്റിന് ആവശ്യം വരില്ല, അവര് കളിക്കേണ്ട കാര്യവുമില്ല. കാരണം അവര് കളിക്കാനായിട്ട് യങ്സ്റ്റേഴ്സ് ഉണ്ട്, അവർ ടീം സെലക്ട് ചെയ്തു. അപ്പൊ അതിലൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. പിന്നീട് ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇപ്പോ സഞ്ജു വി സാംസണെതിരാണ്, അദ്ദേഹം കാരണമാണ് ഈ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെട്ടത്. അതൊക്കെ വെറുതെ ഒരു മുടന്തൻ ന്യായങ്ങളാണ്. വിജയ് ഹസാരെ ട്രോഫി കളിച്ചാലും ഇല്ലെങ്കിലും സഞ്ജു വി സാംസനെ ഇന്ത്യൻ ടീമിന് ചാമ്പ്യൻസ് ട്രോഫിക്ക് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും BCCIക്കോ ഇന്ത്യൻ സെലക്ടേഴ്സിനോ എടുക്കാമായിരുന്നു. ഈ വിജയ് ഹസാരെ ട്രോഫി കളിച്ചതുകൊണ്ട് സഞ്ജു വി സാംസനെ എടുക്കണം എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ശ്രീ പി രംഗനാഥൻ സഞ്ജു സാംസന് ഒരു പക്ഷേ പറഞ്ഞതുപോലെ വിജയ് ഹസാരെ ട്രോഫി മാത്രമായിരിക്കില്ല ഒരു പക്ഷെ അതിന്റെ മാനദണ്ഡമായി എടുത്തിട്ടുണ്ടാകുക. പക്ഷേ അപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, സഞ്ജു സാംസൺ ആണ് ഇന്ത്യക്ക് വേണ്ടി 2 സെഞ്ചുറി അടിച്ച് നിൽക്കുന്ന സമയത്താണ്, T20 അടിച്ച് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഞാൻ കളിക്കാനുണ്ട് എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ വിശദീകരണം എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നത്. ഞാൻ കളിക്കാൻ തയ്യാറാണ് എന്നുള്ള പറയുമ്പോൾ കേരളമാണെങ്കിൽ നിരന്തരം തോറ്റുകൊണ്ടിരിക്കുകയാണ്. വിജയ് ഹസാരിയുടെ തുടക്കം നമുക്കറിയാമല്ലോ, ബറോഡയ്ക്കെതിരെ നമ്മൾ തോറ്റില്ലേ? ബാക്കി നടന്ന 2-3 മത്സരങ്ങൾ തുടരെ നമ്മൾ തോറ്റില്ലേ? ഇങ്ങനെ കളി തോൽക്കുമ്പോഴും കേരളത്തെ ജയിപ്പിക്കാൻ എന്തുകൊണ്ട് സഞ്ജുവിനെ കൊണ്ടുവന്നില്ല? ഞാനൊരു ഉദാഹരണം പറയാം. ഇഷാൻ കിഷൻ എന്നുള്ള വിക്കറ്റ് കീപ്പർ, അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ടീമിൽ എടുക്കാത്തത്? അദ്ദേഹം പെർഫോം ചെയ്ത ഒരു പ്ലെയർ, അദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ വന്നു. എന്തുകൊണ്ടാണ്? ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് കളിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ടീമിൽ എടുക്കുകയുള്ളൂ. ഇപ്പോ വിജയ് ഹസാരെ കളിച്ചു, 2 സെഞ്ചുറി അടക്കം ധാരാളം റൺസുകൾ അദ്ദേഹം ജാർഖണ്ഡിന് വേണ്ടി നേടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോഴും പരിഗണിക്കാത്തത്? അത് ഡിസിപ്ലിന്റെ ഭാഗമാണ്. അപ്പൊ ഇഷാൻ കിഷൻ ഒരു മോശപ്പെട്ട താരം ഞാൻ പറയില്ല, സഞ്ജു വി സാംസൺ മോശപ്പെട്ട താരം ഞാൻ പറയില്ല. പക്ഷേ ഡിസിപ്ലിൻ എന്നുള്ളത് ഒരു കളിക്കാരന് ആവശ്യമാണ്. ഇന്നാ മാത്രമേ ഒരു ബിൽഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ കണ്ട് ധാരാളം കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. നേരത്തെ ശ്രീജിത്ത് പറയുന്നത് ഞാൻ കേട്ടു. കാരണം ഒരു വിധത്തിലും ഒരു റോൾ മോഡലായിട്ട് ഇരിക്കുന്ന ഒരു താരം ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഒരു ടേബിളിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് സോഫ്റ്റ് ആയിട്ട് അത് സെറ്റിൽ ചെയ്യേണ്ട കാര്യത്തിന് ഇങ്ങനെ ഒരു വലിയ ഒരു വിവാദമാക്കി മാറ്റി ടീമിൽ ഇനിയും സാധ്യതയുണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം കൂടെ പറയാം. T20 ടീമിൽ ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം കളിക്കട്ടെ, അദ്ദേഹം പെർഫോം ചെയ്യട്ടെ. തീർച്ചയായിട്ടും അടുത്ത സ്റ്റേജിലോട്ട് അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് കൺസിഡർ ചെയ്യും.
ഇപ്പൊ കേരള ക്രിക്കറ്റ് കളിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ലെവലൊക്കെ എത്തിയത്. അതൊക്കെ മറന്നിട്ട് ഒരു അസോസിയേഷനെ തന്നെ പഴിചാരിക്കൊണ്ട് മുന്നോട്ട് പോകാതെ ഒരു കളിക്കാരനും കരുതണ്ട. സാരെ ട്രോഫിയിൽ കളിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി കേരള ക്രിക്കറ്റ് അസോസിയേഷന് സഞ്ജു നൽകിയ സന്ദേശത്തിന്റെ വിശദാംശങ്ങൾ മീഡിയ 1. കേരളത്തിനു വേണ്ടി കളിക്കുന്നത് അങ്ങേയറ്റം അഭിമാനമാണെന്നും സഞ്ജു സന്ദേശത്തിൽ പറയുന്നു. ക്യാമ്പിലെത്തിയില്ലെങ്കിൽ ടീമിൽ ഇടമില്ല എന്ന കാര്യം KCA നേരത്തെ അറിയിച്ചിട്ടില്ല. മീഡിയ 1 എക്സ്ക്ലൂസീവ്. ക്യാമ്പിലെത്താത്തത് തീർത്തും വ്യക്തിപരമായ കാരണങ്ങളാലാണെന്ന് സഞ്ജു സാംസൺ KCA സെക്രട്ടറിക്ക് അയച്ച മെയിലിൽ പറയുന്നു. ക്യാമ്പിൽ പങ്കെടുക്കാനാകില്ലെന്ന് നേരത്തെ ഇമെയിലിലും വാട്സപ്പിലും അയച്ചിരുന്നു. പക്ഷേ ഒരു പ്രതികരണവും ലഭിച്ചില്ല. ക്യാമ്പിൽ പങ്കെടുക്കാത്തവർക്ക് വിജയ് ഹസാരയുടെ സെലക്ഷന് യോഗ്യത ഉണ്ടാകില്ലെന്നത് KCA കളിക്കാരെ അറിയിച്ചിരുന്നില്ല. ഈ സീസണിൽ തന്നെ രഞ്ജി ട്രോഫിക്കും മുഷ്താഖ് അലി ട്രോഫിക്കുമുള്ള ക്യാമ്പുകളിൽ പങ്കെടുക്കാനായില്ലെങ്കിലും ടീമിൽ ഇടം കിട്ടിയിരുന്നു. ഇത്തവണ വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാൻ സന്നദ്ധനാണ്. കേരളത്തെ പ്രതിനിധീകരിക്കുന്നത് അങ്ങേയറ്റം അഭിമാനമാണെന്നും ടീം പ്രഖ്യാപിച്ചതിനു ശേഷം കേരള ക്രിക്കറ്റ് അസോസിയേഷന് സഞ്ജു അയച്ച മെയിലിൽ പറയുന്നു. അതിനിടെ ക്യാമ്പിലും പ്രഖ്യാപിച്ച ടീമിലും ഇല്ലാതിരുന്ന താരത്തെ വിജയ് ഹസാരെ ട്രോഫിയുടെ ഇടയ്ക്ക് ടീമിൽ അവസരം നൽകിയ വിവരങ്ങളും പുറത്തുവന്നു. സ്പോർട്സ് ഡെസ്ക് മീഡിയ 1. ഇദ്ദേഹത്തെ പോലെയുള്ളവരിയ്ക്കുമ്പോൾ ഇനി ഒരു തലമുറ മുമ്പോട്ട് വരുമ്പോൾ മറികടക്കേണ്ടത് ഇവരുടെ ഈഗോനെ മറികടന്ന് വേണം സ്ഥാനത്ത്. എനിക്കൊന്ന് സഞ്ജു ബെറ്റർ ഈ സ്റ്റേറ്റ് വിട്ട് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി ജോയിൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അവിടെ നിന്ന് പോകുന്നത് കാരണം ഇത്രയ്ക്ക് ഈഗോ നിലപാടുമായിട്ട് നിൽക്കുന്ന ഒരു ക്രിക്കറ്റ് അസോസിയേഷനുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് സഞ്ജുവിന് മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരു പ്ലെയർ കരിയർ തുലയ്ക്കാനുള്ളപ്പോൾ ഒരു പ്ലെയറിനെ വളർത്തി ബിഗിനർ സ്റ്റേജിൽ നിന്ന് വളർത്തിയെടുക്കാൻ വേണ്ടി അത്ര എളുപ്പമല്ല. നമുക്കാദ്യം ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കൺമുമ്പിൽ നടന്ന ഒരു പീഡന പരമ്പരയുടെ ഒരു കോച്ചിൻ്റെ കഥയുണ്ട്. കോച്ച് മനു. ക്രിക്കറ്റ് പരമ്പരയ്ക്ക് പെൺകുട്ടികളെ പരിശീലിപ്പിക്കാനെത്തിയ കോച്ചിൻ്റെ പീഡന പരമ്പരയെക്കുറിച്ചുള്ള ഒരു വാർത്തയിലേക്കാണിനി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ തിരുവനന്തപുരത്തെ പരിശീലകനായിരുന്ന മനുവിനെതിരെ 6 പെൺകുട്ടികളാണ് പീഡന പരാതി നൽകിയത്. പരിശീലനത്തിൻ്റെ മറവിൽ ഇയാൾ ഒട്ടേറെ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതാണ് വിവരം. ക്രിക്കറ്റ് സെലക്ഷനായി BCCIക്ക് ശരീരഘടന വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാണ് ഇയാൾ പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ കൈക്കലാക്കി പീഡിപ്പിച്ചത്. പോക്സോ നിയമപ്രകാരമുള്ള 6 കേസുകളിലും പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മറവിൽ പ്രായപൂർത്തിയാകാത്ത ഒട്ടേറെ പെൺകുട്ടികളെ ചൂഷണം ചെയ്തെന്നാണ് വിവരം. തെങ്കാശിയിൽ ക്രിക്കറ്റ് ടൂർണമെന്റിന് കൊണ്ടുപോയി അവിടെയുള്ള ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചതായും നഗ്നചിത്രങ്ങൾ പകർത്തിയതായും പെൺകുട്ടികൾ മൊഴി നൽകിയിട്ടുണ്ട്. 1.5 വർഷം മുൻപ് ഇയാൾക്കെതിരെ ഒരു പെൺകുട്ടി പീഡന പരാതി നൽകിയിരുന്നു. തുടർന്ന് പ്രതി അറസ്റ്റിലാവുകയും ഈ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ പരാതിക്കാരി പിന്നീട് മൊഴി മാറ്റിയതോടെ മനു കേസിൽ കുറ്റവിമുക്തനായി. ഇതോടെ പ്രതി ക്രിക്കറ്റ് അസോസിയേഷന്റെ പരിശീലകനായി ജോലിയിൽ തിരികെ കയറി. 3 ആഴ്ച മുൻപ് KCA സംഘടിപ്പിച്ച പിങ്ക് ക്രിക്കറ്റ് ടൂർണമെന്റിനെയാണ് മനുവിനെതിരെ പുതിയ പരാതി വന്നത്. പരിശീലനത്തിന്റെ മറവിൽ മനു ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പെൺകുട്ടികളുടെ പരാതിയിൽ പറയുന്നു. ഇതിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ കൂടുതൽ പെൺകുട്ടികൾ ഇയാൾക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ക്രിക്കറ്റ് സെലക്ഷനായി BCCIക്ക് ശരീരഘടന വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാണ് ഇയാൾ പെൺകുട്ടികളുടെ നഗ്നചിത്രങ്ങൾ കൈക്കലാക്കിയിരുന്നത്. നിരന്തരം ഇത്തരം നഗ്നചിത്രങ്ങൾ വാങ്ങി പ്രതി മൊബൈൽ ഫോണുകളിൽ സൂക്ഷിച്ചിരുന്നു. ഇയാൾ ഉപയോഗിച്ചിരുന്ന 2 മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ നെറ്റ് പ്രാക്ടീസിനിടെ ശരീരത്തിൽ മോശമായി സ്പർശിക്കുന്നതും പതിവാണെന്നും പരാതിയിൽ പറയുന്നു. നിങ്ങളുടെ നാട്ടിൽ തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്, അല്ല മറ്റൊരു സംസ്ഥാനത്തല്ല. കേരളത്തിലുള്ള ജനത പൊട്ടന്മാരല്ല. ഇതുപോലെയുള്ള പുഴുക്കുത്തുകൾ മാറാതെ സ്പോർട്സ് പേകൾ രക്ഷപ്പെടത്തില്ല. ക്രിക്കറ്റ് എന്നല്ല, ഏത് സ്പോർട്സ് ആണെങ്കിലും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.